വാശിയേറിയ മത്സരം എന്ന് പറയുന്നത് ഈ സാധനം ഉണ്ടാ. നമ്മളിവിടെ വിങ്സും കൂടി കഴിക്കണമെന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടി. ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലൂർ കടവന്ത്ര റോഡിലുള്ള ദ ലീജ്, ദ ബർഗർ ലീജിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കോംബോ ഉണ്ട്. ബർഗറും ഫ്രഞ്ച് ഫ്രൈസും വിങ്സ് പീസൊക്കെ ഉള്ള ഒരു ഡ്രിങ്ക് ഒക്കെ ഉള്ള ഒരു സ്പെഷ്യൽ കോംബോ ഉണ്ട്. ഇത് കഴിച്ചു തീർക്കുക. വിന്നിംഗ് പ്രൈസ് 3000 ആണ്. ഇനി നമ്മളുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ അവർക്ക് നമ്മൾ എമ്പുരാന്റെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് 2 പേരെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. 2 പേരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിൽ ആര് കഴിച്ചു തീർക്കുന്നു അവർക്ക് വിന്നിംഗ് പ്രൈസ് കൺഫേം ആണ്. ഇനി എങ്ങാനും 2 പേരെ കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഒരാളെ വെച്ചിട്ടാണെങ്കിലും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം ലിമിറ്റ് വെച്ച് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഷെഫ്. ഷെഫിന്റെ പേരെന്തായിരുന്നു? അനന്തു ആണ് ഇവിടുത്തെ ഷെഫ്. ഈ നിൽക്കുന്നത് ഓണർ കം ഷെഫ്. ഓക്കെ, പേരെന്തായിരുന്നു? സുജിത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ആൾക്കാരെ നോക്കുന്നു. പറ്റിയ 2 വൈബ് ടീംസിനാ. ഇനി ഒരു ഗേള് ഒരു ബോയ് അല്ലെങ്കിൽ 2 ബോയ്സ് എങ്ങനെ ആയിക്കോട്ടെ, പറ്റിയ നല്ല വൈബ് ടീംസിനെ കിട്ടുന്നു. നേരെ അകത്തേക്ക് വരുന്നു. ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മ ഈ റോഡിലുള്ള ഫുട്പാത്തിൽ കൂടിയാണ് നടക്കുന്നത്. പറ്റുമോ? ആ വൈബ് കണ്ടാൽ അറിയാം. പേരെന്തായിരുന്നു? അർജുൻ. വേറെ ഒരാളുണ്ടാവും. അയാളെ നമുക്ക് എന്തായാലും റോഡിൽ പോയി ഇപ്പൊ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കുന്ന ആളെ കഴിച്ച് തോപ്പിക്കുക. അപ്പൊ നമുക്കിനി ആളെ കണ്ടുപിടിക്കാം. നീ പേരെന്തായിരുന്നു പറഞ്ഞത്? അർജുനെ തോപ്പിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ചാനലിൽ? പോയി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എമ്പുരാന്റെ ടിക്കറ്റും കൂടി നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഒരു ചെറിയൊരു ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല, ചെറിയ നിസ്സാര സമയം കൊണ്ട് തീരും. പോകല്ലേ, നിക്ക്. ആരെങ്കിലും ഒരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ? ഓക്കെ, ആളവിടെ പോയി. ഇവനെ കഴിച്ച് തോപ്പിച്ചാ മതി. അതെന്താണ്? അടുത്ത ഒരാളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ അതിന്റെ അകത്ത്? ചോദിച്ചു നോക്ക്. എടാ, ഒരാളുണ്ടെങ്കിൽ വാ. ബാബാ, എങ്ങോട്ട് പോണം നമുക്ക്? ബാബാ കമൺ. അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യടാ. എടാ, ദേ ഇവനായിട്ട് കോമ്പറ്റീഷൻ. സിമ്പിൾ ചലഞ്ചാണ് മോനെ. ചേടാ, എടാ ദേ ഇവനെ കഴിച്ച് തോപ്പിച്ചാൽ മാത്രം മതിയാ. ചെറിയ ഐറ്റംസ് ദേ ഈ പുള്ളിയാ. ആണാ? അത് കുഴപ്പമില്ല. ഇത് സങ്കടപ്പെടണ്ടാ. എന്നാ സബ് ചെയ്തിട്ടുണ്ടോ? നീ സബ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. എടാ, എമ്പുരാന്റെ ടിക്കറ്റും കൂടി ബുക്ക് ചെയ്ത് തരാടാ. ഓക്കെ. ഒരു ഫുഡ് ചലഞ്ച് വീഡിയോയാ അത്. വലിയ ഹെവി ക്വാണ്ടിറ്റി ഫുഡൊന്നുമില്ല. ഒരു ബർഗർ, പിന്നെ കുറച്ച് പീസ് ഉണ്ട്, ലൈക്ക് വിങ്സ് പീസ്, പിന്നെ കുറച്ച് ഫ്രൈസ്, ഒരു ഡ്രിങ്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് കഴിച്ചു തീർക്കാവുന്ന ക്വാണ്ടിറ്റി ഉള്ളു. നിങ്ങൾ 2 പേരും കൂടി ചലഞ്ച്. വേറെ ഒന്നുമില്ല. തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരും കൂടി ചലഞ്ച്. ആരാദ്യം കഴിച്ചു തീർക്കുന്ന അവർക്ക് 3000. ഇവന് എതിരായിട്ടുള്ള ഒരു പോരാളിനെ കിട്ടിയപ്പോൾ ഇവന്റെ മുഖത്ത് സന്തോഷമൊക്കെ പോയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു പോപ്പോയി എന്ന് പറഞ്ഞൊരു ചാനൽ? ഇല്ലല്ലേ? സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഒരു മൂവി ടിക്കറ്റ് എന്നുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. എമ്പുരാന്റെ ടിക്കറ്റ്. ഓക്കെ, കുഴപ്പമില്ല. വിൻ ചെയ്ത് കഴിഞ്ഞാൽ 3000. സെറ്റ് അല്ലേ? ബാ, പോയേക്കാം. വാ, അവൻ അങ്ങോട്ട് വരുന്നുണ്ട്. എടാ, അവനെ അങ്ങോട്ട് വരാൻ പറ. ബാ. ഓക്കെ, സെറ്റ്. സബ്സ്ക്രൈബേഴ്സ് കൊണ്ട പോപ്പോയി എന്നൊക്കെ. നമ്മൾ നേരെ ഈ 2 പേരെയുമായിട്ട് നമ്മളുടെ ദ ബർഗർ ലീജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ അവിടെ ചേർന്ന് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നേരെ അവിടെ ചേർന്ന് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ആര് കഴിച്ചു തീർക്കുന്നു ആദ്യം അവർക്ക് വിന്നിംഗ് പ്രൈസ്. സെറ്റ്. നമ്മ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നേരെ അകത്തോട്ട് കയറാൻ പോണേണ്. വക്കേരിക്കും. ഇതാണ് റെസ്റ്റോറൻറ്റ്. കമോൺ. എല്ലാവരും കാണാൻ വന്നേച്ചവരും എല്ലാവരും നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറണം കേട്ടോ. ഇത്ര നേരം ചൂടല്ലായിരുന്നു, ഇനി കുറച്ച് തണുപ്പാവാം. നാളെ ഇറങ്ങാൻ പോകുന്ന എമ്പുരാൻ്റെ ആ പോസ്റ്റർ പൃഥ്വിയായിട്ടില്ലായിരുന്നോ? ഇത് ആരാന്ന് ചെറുതായിട്ടൊന്ന് ഗസ് ചെയ്യാവോ? അമീർ ഖാൻ. നിന്റെ ഇത് അമീർ ഖാൻ അല്ലേ? ഇത് പ്രൈസ് എമൗണ്ട് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് ആരാണെന്ന് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ചെറിയ എമൗണ്ട് ആണ്. പക്ഷേ ഇത് കൺഫേം ആയി കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഞാൻ നിന്റെ നമ്പറിലേക്ക് ഒരു 500 രൂപ അയച്ചു തരും. ഇതൊരു ചെറിയൊരു ചലഞ്ച്. ഓക്കെ, നീ എന്താ പറഞ്ഞെങ്കിൽ അമീർ ഖാൻ അല്ലേ? അമീർ ഖാൻ എന്നാണ് ഇവൻ പറഞ്ഞേക്കണത്. അടുത്തത് സൂര്യ. അതൊക്കെ ചാൻസ് ഉണ്ടാ? ചിലപ്പോൾ ഒരുവരിക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവൻ പറഞ്ഞേക്കണത് സൂര്യ എന്നാണ്. ഇവർ 2 പേരിലെങ്കിലും ആരെങ്കിലും ആണെങ്കിൽ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞവർക്ക് നമ്മൾ ഗൂഗിൾ പേയിൽ 500 അയച്ചു കൊടുക്കുന്നതാണ്. സൂര്യ, അമീർ ഖാൻ. മാക്സിമം സ്പീഡിൽ കഴിക്കുക. 2 പേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുക. 12 മിനിറ്റ് പിടിക്കാം. ഓക്കെ അല്ലേ? 2 ബർഗർ വന്നിട്ടുണ്ട്. റൈസ് ബർഗർ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വിങ്സ് പീസും ഫ്രൈസും മാത്രമുള്ള ആകപ്പാടെ. ഇത് ചലഞ്ച് വെറുതെ ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ആയിരിക്കും. കാരണം 2 പേര് തമ്മിലാണ്. ഇവർക്ക് ടൈം നമ്മൾ ഏകദേശം ഒരു
12 മിനിറ്റ്, കാരണം ലോങ് ആയി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളൊരു 12 മിനിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും ഞാനാണെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യും. ഇവനെ ആരുമില്ല, അപ്പൊ ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അത് കൊള്ളാല. ഓക്കെ, അപ്പൊ നമ്മുടെ ചലഞ്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 12 മിനിറ്റ് ആണ് ടൈം. സ്റ്റാർട്ട് ചെയ്തോട്ടെ ബ്രോ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. വിത്ത് യുവർ പെർമിഷൻ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട്. കഴിച്ചോ? ചലഞ്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 12 മിനിറ്റ് ആണ് ടൈം ഉള്ളത് കേട്ടോ. ആ ബർഗറെ തന്നെ പിടിച്ചിട്ടുണ്ട് ആ സാധനം. ഓക്കെ, സെറ്റ്. എടാ മോനെ, ചലഞ്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവർ നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല സ്പീഡിൽ, അത്യാവശ്യം സ്പീഡിൽ കഴിക്കുന്നുണ്ട്. എന്തായാലും സമയം നമുക്കിവിടെ ഏകദേശം 18, 19, 20 സെക്കൻഡ് ആകുമ്പോൾ ബർഗറിന്റെ എടാ ഷെഫേ കമോൺ, എന്ത് തോന്നുന്നു ഈ ചലഞ്ച് ഇങ്ങനെ പോയിട്ട്? നമുക്കിവിടെ ഏകദേശം 29 സെക്കൻഡ്, 30 സെക്കൻഡ് ആവണ സമയത്ത് ബർഗറിന്റെ ഓൾമോസ്റ്റ് പകുതി തീർന്നിട്ടുണ്ട്. ഇതാണ് മോനെ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ വാശിയേറിയ മത്സരം എന്ന് പറയുന്നത്. ഈ സാധനം ഉണ്ടാ. ഓക്കെ, വാശിയേറിയ ചലഞ്ചാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ വാശിയേറിയ ചലഞ്ചാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഇവനോട് വിങ്സും കൂടി കഴിക്കണമെന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടി. ഒന്ന് നീ നോട്ട് ചെയ്തേക്കെ. എന്നിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരും. ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കാരണം ഇവൻ ഒറ്റക്കാണ് വന്നത്, അത് കാരണം ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. ചലഞ്ച് നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം നമുക്ക് ഇവിടെ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുള്ളൂ. എടാ മോനെ, ഇനി ഏകദേശം 11 മിനിറ്റോ 11 മിനിറ്റ് ഉണ്ട്. ഏകദേശം 1 മിനിറ്റും 24 സെക്കൻഡും ആയിട്ടുള്ളൂ. എടാ ഇത് എന്താടാ നീ കാണിക്കണത്? ഒരെണ്ണത്തെ പിടിയടാ നീ. ഓക്കെ, നമ്മുടെ ഏകദേശം 1.5 മിനിറ്റ് കവർ ചെയ്യണ സമയത്ത് ഇവന്റെ കയ്യിലത്തെ ബർഗർ ഏകദേശം തീരാറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ. പേടിച്ചില്ലേ നീ? പേടിച്ച്. ഇവിടെ ഈ ബർഗർ ഇനി ഒരു 3/4 പോർഷനും കൂടി ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 3/4 പോർഷനും കൂടി ഉണ്ട്. ഞാൻ പറയണത് ശ്രദ്ധിക്കണം കേട്ടാ. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എടാ അവൻ്റെ സ്ട്രാറ്റജി കണ്ട. അവൻ അതിൻ്റെ ഇടയിൽ നിന്ന് പീസ് എടുത്ത് കഴിക്കണുണ്ട് കേട്ടാ. അവൻ അതിൻ്റെ ഇടയിൽ നിന്ന് ചിക്കൻ പീസ് എടുത്ത് കഴിക്കണുണ്ട്. അതൊരു നല്ല സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ബർഗറിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ച് എടാ ബർഗറിൻ്റെ അകത്തുനിന്ന് കൊണ്ടാ സെറ്റ്. രണ്ടുപേരും ജയിച്ചാലും എനിക്കൊരു വിഷയമില്ല, ആര് ജയിച്ചാലും എനിക്ക് ഒരേപോലെയാണ്. അതിസംഘടനമായ ചലഞ്ചാണ് ഇവിടെ നടന്നിട്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ 2.5 മിനിറ്റ് ആയിട്ടുള്ളൂ. ബർഗർ ഇവിടെ തീർന്ന്. ഇവിടെ ഇനിയും ഉണ്ട്. ഇവന് ഇനിയും ബർഗർ കുറച്ചുകൂടി ഉള്ളു ഇനി. മോനെ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ്, സൂപ്പർ. 2.5 മിനിറ്റ് സമയം നമ്മൾ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. 12 മിനിറ്റ് കൂടുതൽ അല്ലേ? 12 മിനിറ്റ് നമുക്ക് അത്യാവശ്യം കൂടുതലായിട്ടുള്ള ടൈം തന്നെയാണ്. ടൈം പക്ഷെ വിഷയമില്ല, ഇവരാര് ജയിക്കുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എന്തായാലും വീഡിയോ ഇപ്പം തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ എല്ലാം ലൈക്ക് ചെയ്തേക്കുക. ഫുൾ വീഡിയോ ചാനലുണ്ട്. ഇപ്പൊ ശരിക്കും എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ് ചെയ്യുന്നത് നമ്മളുടെ ഇവനാണ് ലീഡ് ചെയ്യണത്. കാരണം ഇവന്റെ ബർഗർ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ അവൻ മറ്റേ വിങ്സ് പീസും ഓൾമോസ്റ്റ് കഴിക്കാൻ നോക്കുന്നുണ്ട്. സമയം നോക്കേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് 3 മിനിറ്റ് ആയിട്ടുള്ളൂ. സമയം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എടാ സൂപ്പർ, സപ്പോർട്ട് ചെയ്യടാ. ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ നമ്മളുടെ കലൂർ കടവന്ത്ര റോഡ്, ആ റോട്ടിൽ കൂടി പോകാൻ നേരത്തെ ഇവിടെ കാണാൻ പറ്റും ദ ബർഗർ ലീച്ച്. ഓക്കെ, ദ ബർഗർ ലീച്ച് ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ നേരെ കയറിക്കോ. ഇവിടെ വന്നിട്ട് ഇങ്ങടാ ഓണർ വരട്ടെ കമോൺ. ലീജ് എന്നുള്ള പേര് മുൻപായിരുന്നു, ലീജ് എന്നാണ്. ഓക്കെ, നല്ല ബർഗറും അത്യാവശ്യം ഇതേപോലെ ഫുഡും കാര്യങ്ങളും കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നേച്ചാൽ മാത്രം മതി. ഇവിടെ ഇപ്പൊ ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് ഇവന്റെ ബർഗർ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അവന്റെ ബർഗർ തീർന്നു. എടാ ഇതും കൂടി ചേർത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കട്ടാ. പക്ഷെ പാത്രം നോക്കാൻ നേരത്ത് ഇവന്റെ കുറച്ചുകൂടി തീരാറായിരിക്കണം. ഇവന്റെ കുറച്ചുകൂടി ഉള്ളതുപോലെ. എടാ ഇവൻ മറ്റേ വേസ്റ്റ് പാത്രം യൂസ് ചെയ്യണുണ്ട്. വേസ്റ്റൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് തീർത്തോ. ഓക്കെ, ഇവൻ്റെ ഇവിടെ ബർഗർ തീർന്നിട്ടില്ല. ഇവിടെ ബർഗർ തീർന്നിരിക്കുകയാണ്. അടുത്തത് നമ്മളുടെ വിങ്സ് പീസിലേക്ക് ഇവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഇതൊക്കെ വേണമെങ്കിൽ എടുത്ത് പുറത്തേക്ക് വെക്കാം. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസ് ഇനി ഇരിപ്പുണ്ട്. ഓൾമോസ്റ്റ് തീർന്നിട്ടിരിക്കണേ കേട്ടോ. ഇവിടെ തളരരുത് രാമൻകുട്ടി, തളരരുത്. ഓക്കെ, ചലഞ്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പറ. ഇൻട്രസ്റ്റിംഗ് ചലഞ്ചാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചലഞ്ച് നടത്തുന്നത് നമ്മളുടെ സപ്പോർട്ട് ചെയ്തതൊക്കെ നമ്മുടെ ബർഗർ ലീജ് ആണ്. ഓക്കെ,
കമോൺ, ഇത് ഭയങ്കര സംഘടന ഉണ്ടാ. ഇതെനിക്ക് തോന്നുന്നത് സമയം ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെ പോയാലും ഒരു 7 മിനിറ്റ് ഉണ്ട്. പകുതി കൂടുതൽ സമയം ഇനിയുണ്ട്. സമയം വിട്ടേക്ക്. പക്ഷെ ഇത് നല്ല ഈക്വലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരേപോലെ. പക്ഷെ ഈക്വൽ അല്ലട്ടോ മോനെ. ഇവന് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നിട്ടാ ജയിക്കും എന്നുള്ള. പക്ഷെ ചെക്കൻ വേറെ മൂഡാണ് ഇവിടെ. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇനി ഇവനുള്ളത്. നിനക്ക് ഫ്രൈസ് ഉണ്ട്, 2 പീസ് ഉണ്ട്. എടാ കുറച്ചുകൂടി സ്പീഡിൽ കഴിച്ചാൽ നിന്നെ കൊണ്ട് പറ്റും. പറ്റൂല? എന്തുപറ്റി? ടയർഡായ നീ? എടാ നീ വിട്ടുകൊടുക്കല്ലേ, നിനക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. നിനക്ക് ആദ്യം കയറി വന്നപ്പോൾ തന്നെ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ് ഇവൻ. അപ്പം എനിക്ക് തോന്നുന്നു ഇവന് ജയിക്കാൻ നിനക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ. കാരണം നിനക്ക് ആ കയ്യിരിക്കണ കുഞ്ഞു ബണ്ണും 2 പീസേ ഉള്ളൂ. ഇവൻ ആ ഫ്രൈസ് മൊത്തം തീർക്കണം. നിന്റെ ഫ്രൈസ് നീ നേരത്തെ കഴിച്ചുകൊണ്ട് കുറച്ചുകൂടി തീർന്നിരിക്കുവാണ്. ഫ്രൈസ് തീർക്കാൻ കുറച്ച് പാടുണ്ടെന്ന് തോന്നണ്ടല്ലേ? ഞാൻ വിചാരിച്ച ഫ്രൈസ് പെട്ടെന്ന് തീരുന്ന ഫ്രൈസാണ്. എടാ ഫ്രൈസ് എനിക്ക് തോന്നുന്നു വെള്ളവും കൂടി തീർക്കാൻ പറ്റുമായിരിക്കും. എടാ ഇതിപ്പോൾ എടാ ഭയങ്കര ടൈറ്റ്. എനിക്ക് തന്നെ ഇത് ടെൻഷനാണ് കണ്ടിട്ട്. നല്ല ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവൻ 1 പീസും ആ ഫ്രൈസുമാണുള്ളത്. ഇവന് ഫ്രൈസ് മാത്രമാണ് ഉള്ളത്. പക്ഷേ ഫ്രൈസ് തീർക്കാനായിട്ട് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. സമയം ആണെങ്കിൽ നോക്കുവാണെങ്കിൽ സമയം നമുക്ക് 6 മിനിറ്റും 47 സെക്കൻഡുമായിട്ടുണ്ട്. 47 സെക്കൻഡും 6 മിനിറ്റും 47 സെക്കൻഡും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റും കൂടി ഉണ്ട്. പകുതി ടൈം ഇനിയും ഉണ്ട്. തീർത്താൽ മതി. എന്താണത് ഈക്വലായിട്ട്? ഇപ്പോൾ ഈക്വലാ ശരിക്കും പറഞ്ഞാൽ പ്ലേറ്റ് കൊണ്ട് എനിക്ക് ഈക്വലായിട്ട് തോന്നുന്നുണ്ട്. കാരണം ആ പീസും കൂടി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഈക്വലായിട്ട് എനിക്ക് തോന്നണേ. സ്ട്രാറ്റജീസ് ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. ഡെയിലി സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം മൈക്കിൽ കൂടി ചോർന്നടാ. ഇനി പറയടാ, പറഞ്ഞ് സപ്പോർട്ട് ചെയ്തോ. ചുമ്മാ പറഞ്ഞല്ല കേൾക്കാം. സമയമാണെങ്കിൽ നമുക്കിവിടെ ഓൾമോസ്റ്റ് 8 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് സമയം. 4 മിനിറ്റ് ഇനിയും സമയമുണ്ട്. ഇപ്പം ഇവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കണത് നമ്മുടെ ചെക്കനാണ് ഇവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കണത്. ഇനി കുറച്ച് ഫ്രൈസാണ് തീർക്കാനുള്ളത്. എടാ മോനെ സ്പീഡാക്ക്, കുറച്ചുകൂടി സ്പീഡാക്ക്, പവർ വരട്ടെ. നിങ്ങളെന്തായാലും ഇതേപോലത്തെ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. 2 പേര് തമ്മിലുള്ള ചലഞ്ച് ആകുമ്പോൾ നല്ല രീതിക്കുള്ള ഒരു എൻ്റർടൈനിങ് ഫീൽ ഉണ്ടാകും. അപ്പോൾ കാരണം ഇങ്ങനത്തെ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. നിങ്ങളുടെ കമൻറ്റിൽ നോക്കിയിട്ട് നമ്മൾ കുറേ സജഷൻ എടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഒരു ചെക്കൻ എൻ്റെ അടുക്കെ വീഡിയോയിൽ അവനെ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടിക്ക് പോകുന്ന സമയത്ത് ഒരുത്തന്നെ ഞാൻ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോയിൽ എന്നെപ്പറ്റി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ഈ സമയത്ത് അവനെ സ്മരിക്കുവാണ്. നമ്മളിങ്ങനെ എന്നിട്ട് ഏതോ ഒരു സ്ഥലത്തേക്ക് ഞാൻ അവനെ സ്കൂളിലേക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചലഞ്ച് നമ്മൾ ഇവിടെ ഏകദേശം തീരാൻ പോകുകയാണ്. നമ്മുടെ 3000 രൂപയുടെ വിന്നർ എന്ന് പറയുന്നത് കഴിച്ച് തീർത്തോ വായിലേക്ക് വെച്ചോ. അതും കൂടിയുള്ളു തീർക്കാണ്. ചേടാ നിങ്ങൾക്ക് ഷെയറൊക്കെ പറഞ്ഞേച്ചതായിരുന്നു. ഇവൻ കൂട്ടുകാർക്കൊക്കെ ഷെയറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ ഇത് കഴിച്ച് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് ഷെയറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ എടാ, ഓക്കെ അല്ലേ? ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റിൽ ഇനി ഒന്നും ബാക്കിയില്ല. എടാ നോക്കിയാ നീ ഈ താഴത്ത് കുറച്ച് ഇറങ്ങണത് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതങ്ങോട്ട് തീർന്നിരിക്കുകയാണ്. ചലഞ്ച് പ്ലേറ്റ് ഇവിടെ തീർത്തിട്ട് വിജയിച്ചിരിക്കുന്നത് 11 മിനിറ്റ് 10 സെക്കൻഡ്. 10 സെക്കൻഡ് കൂട്ടണ്ട, ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത്. 11 മിനിറ്റ് കൊണ്ടിട്ട് 12 മിനിറ്റാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചത്. നമ്മുടെ അതിസാഹസികമായിട്ട് നല്ല സ്പീഡിലുള്ള ചലഞ്ച്. കാരണം പേരെന്തായിരുന്നു പറഞ്ഞത്? ജയേഷ. പറയാൻ പറ്റില്ല, സോറി. വെള്ളം കുടിച്ചോ. ഇതേപോലെ ഇവൻ ഉണ്ടല്ല, ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഓടി കയറി വന്ന ആ ഒരു കോൺഫിഡൻസ് ഇവൻ നൈസായിരുന്നു. അതേപോലെ എന്ത് പരിപാടി വന്നാലും കയറി വന്നിട്ട് മുന്നേ വന്നിട്ട് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക എന്നത് വലിയ സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ നേരത്ത് നേരെ കയറി അറ്റൻഡ് ചെയ്തേക്കുക. ഒന്നും നോക്കാനില്ല. ആ മൈൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ, ചലഞ്ച് ജയിച്ചിരിക്കുന്നത് വളരെ പേര് ഞാൻ മറന്നു, ജയേഷ്. ചലഞ്ച് ജയിച്ചിരിക്കുന്നത് നമ്മുടെ ജയേഷ് ആണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്. അയ്യടിയോടാ കൂട്ടുകാർക്കാ. സെറ്റ്. ഓക്കെ, കൈ കഴുകിക്കോ. ഫോട്ടോ എടുക്കുവാണോ? പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ? 3000. ഓക്കെ, നമ്മളുടെ വിന്നർ ആയി നമ്മുടെ ജയേഷ് ആണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മ പറഞ്ഞ പോലെ തന്നെ ഇവൻ ഭയങ്കര ബിസി ആട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ വിന്നറായിട്ട് ജയിച്ചിരിക്കുന്നത് നമ്മുടെ വിന്നർ അയക്കുന്നത് ജയേഷ് ആണ്. അപ്പൊ നമ്മ പറഞ്ഞ പോലെ തന്നെ 3000 നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്.
3000 നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും കൂടി എന്തായാലും ഫോളോ ചെയ്ത് വെച്ചേക്ക്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും ആൾക്കാരെ പിക്ക് ചെയ്യുന്ന കാര്യം നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ബർഗർ ലീഗ് വെച്ചിട്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ ചാലഞ്ച് സെറ്റ് ചെയ്ത് വെച്ചത്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു അല്ലേ? എടാ സ്പൈസി ആയിരുന്നു. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഷെഫ് എന്തേ? ഷെഫിനൊരു ഷെയ്ക്കാൻ്റെ കൊടുക്കണ്ടേ? കൊടുക്ക് ഷെഫ്. ഇതാണ് നമ്മളുടെ ഫുഡ് ഉണ്ടാക്കുന്ന ആള് ഷെഫ്. ഇവിടെ കറങ്ങി നടക്കുന്നു. ഓക്കെ, അപ്പോൾ കമോൺ ചേർന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ജസ്റ്റ് ഒരു ബൈ കൊടുത്തേക്ക്. ബൈ.